ഹായ്, ഫേസ്ലെസ് ആണ്. ചോറ്റാനിക്കരയില് ഒഴിഞ്ഞ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ അസ്ഥികൂടവും തലയോട്ടി പഠനാവശ്യത്തിന് വേണ്ടിയുള്ളതാണോ എന്ന് പോലീസ് ഇപ്പോൾ സംശയിക്കുന്നുണ്ട്. കാരണം അത് കോർത്തെടുത്ത നിലയിലാണ് കണ്ടിട്ടുള്ളത്. നമ്പറും ചെയ്തിട്ടുണ്ടെന്ന് പറയപ്പെടും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു മെഡിക്കൽ വിദ്യാർത്ഥി അല്ലെങ്കിൽ മെഡിക്കൽ രീതിയിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു തലയോട്ടിയും അസ്ഥികൂടവും ആവാനാണ് സാധ്യത. ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷമേ ഇക്കാര്യം വ്യക്തമാകൂ. ഇന്ന് വീട്ടുടമസ്ഥനായ ഡോക്ടർ ഫിലിപ്പ് ജോണിന്റെ മൊഴിയെടുക്കും. ഡോക്ടർ ഫിലിപ്പ് ജോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു സൈക്കാട്രിസ്റ്റ് ആണ്. അദ്ദേഹം 40-45 വർഷം നിംഹാൻസിൽ വർക്ക് ചെയ്ത ആളാണ്. കൂടാതെ അദ്ദേഹത്തിന്റെ 3 മക്കളും ഡോക്ടേഴ്സ് ആണ്. അവര് ഇപ്പോൾ വിദേശത്താണെന്നാണ് പറയുന്നത്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ ഫിലിപ്പ് ജോൺ ആണ്. ഡോക്ടർ ഫിലിപ്പ് ജോൺ is an MD in psychiatry from NIMHANS and has over 45 years of experience. ഈ പറയുന്ന തലയോട്ടിയും അസ്ഥികൂടവും കണ്ട കുടുംബ വീട്ടിലേക്ക് അദ്ദേഹം പോയിട്ട് 10-20 വർഷമായി എന്നാണ് പറയുന്നത്. പക്ഷെ 6 മാസം മുമ്പ് അദ്ദേഹം അവിടെ വന്നിരുന്നതായും അദ്ദേഹം തന്നെ പറയുന്നു. ഡോക്ടർ എന്തെങ്കിലും അറിയോ ഇതിനെക്കുറിച്ച്? എനിക്കൊന്നും അറിയില്ല. എന്ന് വൈകിട്ട് വിളിച്ചപ്പോഴാണ് അറിഞ്ഞേ. ഞാനിവിടെ കഴിഞ്ഞ ജൂണിൽ വന്നാ ലാസ്റ്റ്. വീട്ടിനകത്ത് പരിശോധിച്ചിട്ട് വന്നു? അന്നില്ല, ഞാനിവിടെ നോക്കുന്ന ഒരാളുണ്ട്. പുള്ളി പുറത്തൊക്കെ നോക്കിയിട്ടല്ലേ പോകുന്നത്, വീട്ടിനകത്ത് കയറാറില്ല. അസ്വാഭാവിക മരണത്തിന് പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഫോറൻസിക് വിദഗ്ധരുടെ അഭിപ്രായം കൂടി വേണ്ടിവരും. അത് ഇന്ന് നടക്കും എന്നാണ് പോലീസ് വൃത്തങ്ങൾ പറയുന്നത്. കൊച്ചു കൊച്ചു ബോൺസ് ഓരോന്ന അടുക്കി തിരിച്ച് വേറെ വേറെ കൊച്ചു ബോൺസ് വേറെ വേറെ പ്ലാസ്റ്റിക് കൂടിനകത്ത് അടുക്കിയിട്ടിട്ടാണ് വന്നിരിക്കുന്നത്. അല്ലാതെ വലിച്ചുവാരി എന്ന് പുറത്തുനിന്ന് ആരോ കൊണ്ടുവന്ന് വെച്ചതാവാനാണ് സാധ്യത എന്ന് അദ്ദേഹം പറയുന്നു. 2 സാധ്യത: ഇവരുടെ ആരുടെയെങ്കിലും പഠനാവശ്യത്തിന് വേണ്ടി കൊണ്ടുവന്നത് ബാക്കിയുള്ള അവശിഷ്ടങ്ങൾ അവിടേക്ക് വീടിനുള്ളിൽ വെച്ച് പൂട്ടിയതായിരിക്കാം. മറ്റൊന്ന്, പ്രദേശത്ത് ഈ കിണറിനോ മറ്റ് കുളത്തിനോ എല്ലാം വേണ്ടിയിട്ട് അവിടെ മണ്ണെടുത്തപ്പോൾ നാട്ടുകാർക്ക് ആർക്കെങ്കിലും കിട്ടിയപ്പോൾ കൂടുതൽ സംശയം വേണ്ട, പോലീസിലെ അറിയിക്കേണ്ട എന്നുകൊണ്ട് ഈ വീടിനുള്ളിൽ ആരും താമസിക്കാത്തൊരു വീട്ടിൽ കൊണ്ടുവച്ചതുമാകാം. അങ്ങനെ പല സാധ്യതകളുണ്ടെങ്കിലും വലിയ ദുരൂഹതയില്ല. പഴയ മൃതദേഹം, പഴയൊരു ശരീരാവശിഷ്ടം തന്നെയാണ്. അതുകൊണ്ട് കൂടുതൽ ദുരൂഹത, കൊലപാതകം പോലീസ് ഇപ്പോൾ സംശയിക്കുന്നില്ല. ശരി. കാരണം ഇത് ഒരു മെഡിക്കൽ വിദ്യാർത്ഥിക്ക് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക്, ഒരു പ്രൊഫഷണലിന് ചെയ്യാവുന്ന പോലെയായിരുന്നു ആ അസ്ഥികൂടത്തെ നമ്പർ ഇട്ട് ഓരോന്നായി എടുത്തു വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ വലിയ ദുരൂഹതയില്ല. പിന്നെ പഴകിയ മൃതദേഹത്തിന്റെ അവശിഷ്ടവുമാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പൊ ഒരു കൊലപാതക ശ്രമം എന്നുള്ള രീതിയിൽ ഇതിനെ പോലീസ് കാണുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഡോക്ടറിന്റെ മൊഴിയിലും എന്തോ അവ്യക്തത ഉണ്ടെന്നാണ് പോലീസിന്റെ ഭാഷ. ബാക്കിയുള്ളത് ഇനി വരുന്ന മുറയ്ക്ക് നമുക്ക് കാണാം. ബൈ.